+2 മാത്തമാറ്റിക്സ് വെക്ടർ എന്ന ചാപ്റ്ററിലുള്ള ചോദ്യമാണ് ഇന്നത്തെ ചോദ്യം. റൈറ്റ് ഡൗൺ വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ലൈൻ x-5 divided by 3 is equal to y plus 4 divided by 7 is equal to z minus 6 divided by 2. നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പറയുന്നത് x minus x1 divided by a is equal to y minus y1 divided by b is equal to z minus z1 divided by c. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. ഈ സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് x1 എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ഇവിടെ y മൈനസ് y1 ആണ് തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? y പ്ലസ് 4 ആണ്. അതായത് y1 എന്ന് പറയുന്നത് -4 ആയിട്ട് വരും. z1 എന്ന് പറയുന്നത് 6 ആയിട്ട് വരും. അപ്പൊ അത് നമുക്ക് എഴുതുമ്പോൾ അതിന് നമുക്ക് വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ വെക്ടർ എ എന്ന് പറയുന്നത് എന്താണ്? 5 എന്താണ്? xi ആണ്. 5i പ്ലസ് അല്ലല്ലോ, -y1 is equal to +4 ആണെങ്കിൽ y1 എന്തായിരിക്കും? -4 ആയിരിക്കും. that is equal to -4j പ്ലസ് z1 എന്ന് പറയുന്നത് -6 ആണ്. അപ്പൊ z1 എന്താണ്? 6 ആണ്. അപ്പൊ നമുക്ക് എഴുതാം +6k. അപ്പൊ വെക്ടർ എ കിട്ടി. ഇനി എന്താ വേണ്ടത്? വെക്ടർ ബി വേണം. വെക്ടർ ബി എന്താണ്? താഴെ തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ തന്നിരിക്കുന്നതാണ്. നമുക്ക് എഴുതാം 3i പ്ലസ് 7j പ്ലസ് 2k. ഇതാണ് വെക്ടർ എയും വെക്ടർ ബി. ഇനി വെക്ടർ ഇക്വേഷൻ എങ്ങനെയാണ്? വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി. ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? എ എന്ന വെക്ടർ എഴുതാം, ബി ലാംഡ ഇൻറ്റു ബി എന്ന വെക്ടർ എഴുതാം. അപ്പൊ നമുക്ക് എഴുതാം അടുത്ത ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5i. എ എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ എന്താണ്? xi പ്ലസ് yj പ്ലസ് zk ഈസ് ഈക്വൽ ടു വെക്ടർ എ എന്താണ്? 5i മൈനസ് 4j പ്ലസ് 6k പ്ലസ് ലാംഡ ഇൻറ്റു എന്താണ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത്? 3i പ്ലസ് 7j പ്ലസ് 2k. ഇതാണ് തന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആർ കണ്ടുപിടിക്കണം. ആർ ഇസ് ഈക്വൽ ടു എന്താണ്? 5i മൈനസ് 4j പ്ലസ് 6k പ്ലസ് ലാംഡ ഇസ് ഈക്വൽ ടു 3i പ്ലസ് 7j പ്ലസ് 2k എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.